ഹലോ ഗൈസ്, അപ്പോൾ അടുത്തൊരു കൂട്ടുകാരൻ നാട്ടിൽ പോവാണ്. പുള്ളി ഇനി തിരിച്ചു വരുന്നില്ല എന്നിട്ടാണ് പോകുന്നത്. കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം എൻ്റെ ഒപ്പം എല്ലാ തരികയുടെയും എല്ലാ പരിപാടിക്കും എൻ്റെ ഒപ്പം കൂടുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആൾ പോവാണ് പറഞ്ഞപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് ഞങ്ങൾ മെല്ലെ നെക്സ്റ്റോക്ക് ഇറങ്ങി. ഇവിടെയാണെങ്കിൽ 2-3 ദിവസമായിട്ട് നല്ല മഴ. ഈ ചോക്ലേറ്റും അതുപോലെ ഡേറ്റ്സ് ഒക്കെ പോണ സമയത്തല്ലേ വാങ്ങുക. അപ്പോൾ പിന്നെ അത് കുറച്ച് വാങ്ങാൻ വന്നത്. പക്ഷേ ഞാൻ കാണുന്ന ചോക്ലേറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. ആളാണെങ്കിൽ നല്ല ചീത്ത, ലഗേജ് കുറച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ചോക്ലേറ്റ് മാത്രം നിറച്ച് തന്നെ ലഗേജ് ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പിള്ളേരൊക്കെ കൂടെ സെറ്റ് ചെയ്ത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്നുള്ള പ്ലാനാണ്. പിന്നെ ലാസ്റ്റ് വാച്ചിൽ പോയി അവസാനം നാളെ എന്തായാലും ഡ്രസ്സ് വാങ്ങിട്ട് വരും. അപ്പോൾ പിന്നെ ഡ്രസ്സ് വാങ്ങി കൊടുത്തത് കാര്യമില്ലല്ലോ, എന്തായാലും ഒരു വാച്ച് ഇരിക്കട്ടെ. അപ്പോൾ ആ വാച്ച് അങ്ങോട്ട് പെട്ടെന്ന് കൊടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ലഗേജും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ അധികം പറ്റാത്തതുകൊണ്ട് വാച്ചിൽ തന്നെ നിർത്തി. അളവിനെ കിട്ടിയതിൻ്റെ സന്തോഷമാവുന്നു. എല്ലാവരും വീഡിയോ കോളൊക്കെ വിളിച്ചത് കാണിച്ചു കൊടുക്കും. പിന്നെ പുള്ളി എൻ്റെ ഒപ്പം വരികയാണെങ്കിൽ കാണുന്നവരടുത്തൊക്കെ പറയും ഇപ്പോൾ യൂട്യൂബറാ. പക്ഷെ തമാശ പറയുകയാണെങ്കിൽ കേൾക്കാൻ ഒരു സുഖമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസിൻ്റെ വക ഒരു മൊമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതും കിട്ടിയപ്പോൾ പുള്ളിക്ക് ഹാപ്പിയായി. ഇനി അടുത്ത പരിപാടി പെട്ടി വെക്കിയല്ല, ഇതും കൂട്ടി ഞാൻ 3ാമത്തെ ആളിനെയാണ് പെട്ടി വെക്കുകയാണ്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അങ്ങനെ പുള്ളിക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് മെല്ലെ എയർപോർട്ടിൽ കൊണ്ടാക്കാനുള്ള പരിപാടിയായി. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞാലും നമ്മൾ ആനുവൽ ലീവിൽ നാട്ടിൽ പോണതും അതുപോലെ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോണതും രണ്ട് ഫീലാണ്. പിന്നെ അതുപോലെ എൻ്റെ ഒപ്പം കുറേ സ്ഥലത്ത് ട്രിപ്പ് വന്ന ആളാണ്. അപ്പം അങ്ങനെ ആൾക്ക് താറ്റിയും കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി.